എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നസ്ർ നമുക്ക് പറഞ്ഞു തരികയാ. ഇന്നത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു അധ്യായമാണ് സൂറത്തുൻ നസ്ർ. ആ സൂറത്തുൻ നസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, ഖുർആൻ പൂർണ്ണമായി അവതരിപ്പിക്കട്ട അവസാന സൂറത്താണിത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിൽ അവസാനമായിട്ട് ഇറങ്ങിയ അധ്യായമാണെന്ന് പണ്ഡിതന്മാര് സ്വഹാബികൾ പറഞ്ഞു തരികയാ. സൂറത്തുൻ നസ്ർ എന്ന് പറയുന്ന ഈ അധ്യായമുണ്ടല്ലോ, ഇന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ പടച്ചവനെ, ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ, രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ആൽ ഇംറാൻ. പടച്ചവനെ ഇങ്ങനെ നിസാഉം മാഇദയും അൻആമും അഅറാഫുമായിട്ട് ഇങ്ങനെ സൂറത്തുകൾ നിരന്നിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെ ഇങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചല്ലോ. നുബൂവത്ത് കിട്ടിയതിനു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകന് 10 വർഷം ഒരു സ്ഥലത്തും 13 വർഷം മറ്റൊരു സ്ഥലത്തും, മക്കയിലും മദീനയുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഇന്ന് പടച്ചവനെ, മക്കത്ത് പോകുന്നവർക്ക് കാണാം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു പോകാൻ എന്തൊരാഗ്രഹമെന്നറിയുമോ? വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇന്നും ഏതെങ്കിലും ഒരു മനുഷ്യനാ മലയുടെ മുകളിൽ കയറണമെങ്കിൽ പടച്ചവനെ 45 മിനിറ്റോളം പാറയുടെ മുകളിലേക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ട്, കാറ്റാണ്, വല്ലാത്ത ഭയമാണ്. അങ്ങനെ കയറി പർവ്വതത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലെത്തിയിട്ട് അവിടെ അല്പം താഴേക്ക് ഇറങ്ങുകയാണ്. എന്തിനെന്നറിയുമോ? എവിടേക്കാണ് ഇറങ്ങി പോകുന്നതെന്നറിയുമോ? ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നിങ്ങനെ പടികളിലൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അടുത്തിരിക്കുന്ന 2 പാറകൾക്ക് ഇടയിലൂടെ പടച്ചവനെ, നേരെ ഒരു മനുഷ്യന് കടന്നു പോകാൻ കഴിയില്ലല്ലോ. അതാ നടന്നു പോകാൻ കഴിയാത്ത 2 പാറക്കെട്ടുകൾ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഇഴയുന്നത് പോലെ അല്ലാഹുവേ, ഊഴം കാത്ത് നിന്നിട്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ പാറയുടെ ഇടയിലൂടെ ഇഴഞ്ഞങ്ങ് മുന്നോട്ട് ചെല്ലുമ്പോ ഒരു ഗുഹ കാണുകയാ. ഏത് ഗുഹയെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വയസ്സ് വരെ മുത്തുനബി പോയി ഒറ്റയ്ക്കിരുന്ന ഗുഹയുണ്ടല്ലോ. അവിടെ നിന്ന് നോക്കിയാൽ, ആ ഗുഹയുടെ അടുക്കലിരുന്ന് കൊണ്ട് നോക്കിയാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കാണാം. ഇങ്ങനെ നോക്കുമ്പോ അള്ളാന്റെ പരിശുദ്ധമായ കഅബ കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒറ്റയ്ക്ക് അവിടെ പോയിരിക്കുമായിരുന്നു. ഇപ്പൊ നമുക്കതിന്റെ മുകളിൽ കയറണമെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ മലയുടെ മുകളിലേക്ക് കയറിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് അവിടെ പോയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ പടച്ചവനെ പരിശുദ്ധമായ കഅബയുടെ ഭാഗത്ത് നിന്ന് തന്റെ ഭർത്താവിന് കഴിക്കാനുള്ള ഭക്ഷണവുമായി പടച്ചവനെ ആ കിടക്കുന്ന ഏകാന്തവാസം നയിക്കുന്ന ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് ഖദീജ ബീബി കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകുമോ സഹോദരാ. അല്ലാഹുവേ, അവിടെ ചെന്ന് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. നമ്മൾ ചിന്തിക്കണം,
ചിന്തിക്കേണ്ടത്, ഇപ്പം മക്കത്തും മദീനത്തും പോകുമ്പോൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കി വിടും. പരിശുദ്ധ ഹറമിൻ്റെ അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റിയിട്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കി വിടും. അവിടെ നിന്ന് ആ പർവ്വതത്തിൻ്റെ മുകൾ തട്ട് വരെ ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും പേടിയ. നമ്മൾ ചിന്തിക്കണം, വളരെ പ്രയാസമാണ് സത്യം പറഞ്ഞാൽ. ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ അവിടെ ചെല്ലുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്. എന്താ അങ്ങനെ ഒന്നുമില്ല, അല്പം വെള്ളം കിട്ടണമെങ്കിൽ ഏറ്റവും മുകളിൽ കയറി പോകണം. വല്ലാതെ അണച്ചണച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങണം. എല്ലാവരും മുകളിൽ വരെ ചെല്ലും, താഴോട്ടിറങ്ങില്ല. കാരണം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 പാറകൾക്കിടയിലൂടെ ഇങ്ങനെ നിരങ്ങി അകത്തേക്ക് കയറണം. നേരെ ഇങ്ങനെ നടന്നു കയറാൻ കഴിയില്ല, അത്രയും പ്രയാസമാണ്. അങ്ങനെ കയറി ചെന്നിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന ആ ഗുഹയ്ക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യാൻ. നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്കിത്ര പ്രയാസമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല 2 പ്രാവശ്യം പോകുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുക. ഇത്രയും ഹറമിൻ്റെ അവിടെ നിന്ന്, ഹറമിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നടന്ന് അവിടെ വരെ സുബ്ഹാനല്ലാഹ് ഒറ്റയ്ക്ക്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് കഷ്ടപ്പാട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഗുഹയ്ക്കകത്ത് പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് മഹാനായ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഓതുകയാണ്. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒന്നാമത്തെ അധ്യായം അവിടെ നിന്ന് ഓതി കൊടുക്കുകയാണ്. പിന്നെ പടച്ചവനെ പല പല പ്രാവശ്യങ്ങളിൽ ഇങ്ങനെ സൂറത്തുകൾ ഇറങ്ങുകയാണ്. അവസാനമല്ലാ എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായതെന്നറിയുമോ? അവസാനമായിട്ടിറങ്ങിയ അധ്യായം ഏതെന്നറിയുമോ? അവസാനമായിട്ടിറങ്ങിയ സൂറത്ത് ഏതെന്നറിയുമോ? അവിടെ നിന്ന് പറയുകയാണ്, അൻ ഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു തആല അൻഹു ഖാല ലീ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഅലമു وقال هارون تدري آخر سورة نزلت من القرآن نزلت جميع كلنا قلت نعم إذا جاء نصر الله. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ടിറങ്ങിയ അധ്യായം അത് സൂറത്തുൻ നസ്ർ ആണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. മഹാനായ ഉബൈദ് ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഉത്ബ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അൻഹുമാ എന്നോട് ചോദിച്ചു, ഖുർആൻ മുഴുവനായി ഒരുമിച്ച് അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ സൂറത്തേതാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ നിന്ന് ചോദിക്കുന്നു, ഖുർആൻ പൂർണ്ണമായിട്ട് ഇറക്കപ്പെട്ട അവസാനത്തെ സൂറത്തേതാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾ ആ സമയത്ത് പറഞ്ഞു, ഏതാണെന്ന് നിനക്കറിയുമോ? ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുകയാ, ഏതാണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ പറഞ്ഞു തരാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്താണെന്ന് മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പല പല സൂറത്തുകൾ പലതും പറയുന്നുണ്ട്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്താണെന്ന് പറയുന്നവരുണ്ട്. എങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സാധാരണ സഹാബിയല്ല, ഖുർആനുമായിട്ട് അത്രയും ബന്ധമുള്ള സ്വഹാബി പറയുന്നു, അവസാനത്തെ അധ്യായം അവസാനമായിട്ടിറങ്ങിയ സൂറത്ത്. നമുക്ക് അങ്ങനെ കാണാം, ആയത്തെന്നല്ല പറഞ്ഞത്, അവസാനമായിട്ടിറങ്ങിയ അധ്യായം അത് സൂറത്തുൻ നസ്ർ ആയിരുന്നു എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നാം പാരായണം ചെയ്യുമ്പോൾ ഇനി മുതൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്, ഖുർആനിൽ അവസാനം ഇറങ്ങിയ അധ്യായം
ഈ അധ്യായമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയത്. ആ ബോധത്തോടു കൂടി വേണം ഞാനും നിങ്ങളും പാരായണം ചെയ്യാൻ. രണ്ടാമതായിട്ടോ അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അന്തിമ വിജയവും ഇസ്ലാമിന് തന്നെയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു പാഠമാണ്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അവസാന വിജയം ഇസ്ലാമിനാ. അവസാന വിജയം ഇസ്ലാമിനാ. ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ സഹായവും അവസാനത്തെ വിജയവും ഇസ്ലാമിന് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് അറിയിക്കുകയാണ് മക്കാ വിജയത്തിന്. ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ പാഠം അന്തിമ വിജയം, അള്ളാഹുവിന്റെ സഹായവും അന്തിമ വിജയവും ഇസ്ലാമിനാണെന്ന് ഈ ഖുർആനിന്റെ ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കാ വിജയത്തെ തുടർന്ന് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഇസ്ലാമിന് കീഴടങ്ങി. നമുക്കറിയാം മക്കാ വിജയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കൾ മുഴുവനും പരാജയപ്പെട്ടു പോയി. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മക്കാ വിജയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്. മദ്രസകളിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ. മക്കാ വിജയത്തിനു ശേഷമാണ് അറേബ്യൻ ഭൂഖണ്ഡം മുഴുവനും ഇസ്ലാമിന് കീഴടങ്ങി. അറേബ്യ മുഴുവനും സത്യവിശ്വാസികളുടെ കയ്യിലേക്ക് വന്നു. മനുഷ്യത്വം എല്ലാ നിയമങ്ങളും നടപ്പിലായത് അപ്പോഴായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഖുറൈശികൾക്ക് തന്നെ മനസ്സിലായി ഇനി മുഹമ്മദിനെയും അനുയായികളെയും പരാജയപ്പെടുത്താൻ പറ്റൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറൈശികൾക്ക് തന്നെ മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല, ഇനി മുഹമ്മദിനെയും തൻ്റെ അനുയായികളെയും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോൽവി സമ്മതിക്കുന്നൊരവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിക്കണം, നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട് മക്കക്കാർ. ഖുറൈശികൾ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചരിത്രമെടുത്തു നോക്ക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയിറക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവർ രണ്ടുപേരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുകയാണ്. മക്കയിൽ നിന്ന് ഹിജറ പോകുമ്പോൾ അവസാനം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മക്കയിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള കരയുകയാണ്. സ്വന്തം നാട് നോക്കിയിട്ട്, ജനിച്ചു വളർന്ന് കളിച്ച് നടന്നിരുന്ന സ്വന്തം നാട്, ആ നാടിനെ നോക്കിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. എന്നിട്ട് സ്വന്തം നാടിനോട് വിളിച്ചു പറഞ്ഞു, മക്കയോട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷേ നിന്റെ നാട്ടുകാർ അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അത്രയും പ്രവാചകൻ നിറകണ്ണുകളോടെയാണ് മക്കയിൽ നിന്ന് പോയത്. വല്ലാത്ത പീഡനങ്ങളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ആയവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ക്രൂരമായ രീതിയിൽ, ഇന്നത്തെ പോലെയുള്ള പീഡനങ്ങളൊന്നുമല്ല, വല്ലാത്ത പീഡനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പീഡനത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. അവസാനം അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാനുള്ള അവസരം കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വന്തം നാട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന നാട്, ആ നാട്ടിൽ നിന്നാണ് ശത്രുക്കളെ പുറത്താക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകനോടും സ്വഹാബത്തിനോടും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് പഠിക്കേണ്ടത് ഇവിടെ നിന്നാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ നേതാവുണ്ടല്ലോ, ആ നേതാവിനെയാണ് ഇന്നത്തെ നേതാക്കന്മാര് കണ്ടുപഠിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഇസ്ലാമായവരെ മുസ്ലിമായവർക്കെതിരെ ഖുറൈശികൾ അവിടെ നിന്ന് അക്രമങ്ങൾ തുടങ്ങുമ്പോ, പീഡനങ്ങൾ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളൊക്കെ മദീനയിലേക്ക് പൊക്കോ. പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്അബ് തങ്ങൾ ഉൾപ്പെടെ മിസ്അബ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല പല സ്വഹാബികളോടും പറഞ്ഞു, നിങ്ങളൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൊക്കോ.